കേരളത്തിൽ കാലാവസ്ഥ വീണ്ടും ഒരു യൂ-ടേൺ എടുത്തിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തുടനീളമുള്ള ആളുകളുടെ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിച്ചു. കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദുർബലമായിരുന്ന തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഇപ്പോൾ വീണ്ടും ശക്തി പ്രാപിക്കാൻ പോകുന്നു. വരും മണിക്കൂറുകൾ മുതൽ അടുത്ത കുറച്ചു ദിവസങ്ങൾ വരെ സംസ്ഥാനത്ത് മഴയുടെ പ്രവർത്തനങ്ങൾ അതിവേഗം വർദ്ധിച്ചേക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ സൂചനകൾ പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് വരെ ദുർബലമായി ഏകദേശം ശാന്തമായി കാണപ്പെട്ടിരുന്ന മൺസൂൺ ഇപ്പോൾ വീണ്ടും ശക്തി സംഭരിക്കുകയാണെന്നും പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിനാൽ കേരളത്തിലുടനീളം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് ഏറ്റവും വലിയ വാർത്ത. ഈ സജീവത ഏതാനും മണിക്കൂറുകൾ മാത്രമല്ല, ഏകദേശം ഒരാഴ്ചയോളം നീണ്ടുനിൽക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ കണക്കാക്കുന്നു. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ ജില്ലകളിലുമുണ്ടാകും. നിങ്ങൾ ഇപ്പോഴും ഈ അപ്ഡേറ്റ് കാണുന്നുണ്ടെങ്കിൽ വരും മണിക്കൂറുകൾ വളരെ നിർണായകമാകുമെന്ന് മനസ്സിലാക്കുക. അതിനാൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മൺസൂൺ നേരത്തെ എത്തിയെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ദുർബലമായിരുന്നതായിരുന്നു ഇതുവരെയുള്ള സാഹചര്യം. ജൂൺ മാസത്തിലെ കാലാവസ്ഥ പോലും പല ജില്ലകളിലും വേനൽക്കാലം പോലെ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഇതിന്റെ ആഘാതം അത്ര വ്യക്തമായി കാണിച്ചു. താപനില വർദ്ധിച്ചതിനാൽ വൈദ്യുതി ഉപഭോഗം അതിവേഗം വർദ്ധിച്ചു. എയർ കൂളിംഗ് ഉപകരണങ്ങളുടെ ഉപയോഗം പെട്ടെന്ന് വർദ്ധിച്ചു. വൈദ്യുതി വിതരണ സംവിധാനത്തിൽ സമ്മർദ്ദം വർദ്ധിക്കാൻ തുടങ്ങി. പലയിടങ്ങളിലും വൈദ്യുതി നിയന്ത്രണം വരെ ഏർപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥയിലെത്തി. മൺസൂൺ എത്തിയതോടെ വൈദ്യുതി ഉപഭോഗം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പൂർണ്ണമായും തകർന്നു. വൈദ്യുതി വകുപ്പ് ഇപ്പോൾ കടുത്ത സമ്മർദ്ദത്തിലാണ്. എന്നാൽ ഇപ്പോൾ തിരിച്ചുവരുന്ന മേഘങ്ങൾ ഒരുപക്ഷെ ഈ സാഹചര്യം മുഴുവൻ മാറ്റാൻ പോകുന്നവയാണ്. ഏറ്റവും കൂടുതൽ ആഘാതം വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ കാണാൻ സാധിക്കും. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത കൂടുതലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴ രേഖപ്പെടുത്താമെന്നും സാഹചര്യം പെട്ടെന്നു മാറാമെന്നുമാണ് ഇതിനർത്ഥം. അതുമാത്രമല്ല, ഇതിന് തൊട്ടുപിന്നാലെ തിരുവനന്തപുരം, കൊല്ലം ഒഴികെ സംസ്ഥാനത്തുടനീളം കനത്ത മഴയ്ക്ക് സാധ്യത വർദ്ധിക്കുന്നതായി കാണുന്നു. അതായത് മേഘങ്ങളുടെ വ്യാപ്തി നിരന്തരം വ്യാപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇതിനർത്ഥം സാധാരണ മഴയല്ല, മറിച്ച് ചിലയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയേക്കാം. ആലോചിച്ചു നോക്കൂ, മേഘങ്ങൾ പൂർണ്ണ ശക്തിയോടെ സജീവമായാൽ ഈ പ്രദേശങ്ങളിലെ സാഹചര്യം എത്ര വേഗത്തിൽ മാറും. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലായേക്കാം. മലയോര മേഖലകളിൽ അപകടസാധ്യത പല മടങ്ങ് വർദ്ധിച്ചേക്കാം. സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു കണക്കുകൂടി പുറത്തുവന്നിട്ടുണ്ട്. ഈ മാസത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സാധാരണയായി 532.5 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിയിരുന്നു. എന്നാൽ യഥാർത്ഥ മഴ രേഖപ്പെടുത്തിയത് 356.6 മില്ലിമീറ്റർ മാത്രമാണ്. അതായത് സംസ്ഥാനത്തുടനീളം മഴയിൽ 33% കുറവ് രേഖപ്പെടുത്തി. ഏറ്റവും കുറഞ്ഞ മഴ രേഖപ്പെടുത്തിയത് വയനാട്ടിലാണ്. പത്തനംതിട്ട, മലപ്പുറം, കോട്ടയം എന്നിവയൊഴികെ മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ സാധാരണയേക്കാൾ വളരെ കുറവായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ കുറവ് നികത്താൻ തുടങ്ങുമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നു. ഇപ്പോൾ ആകാശം തെളിഞ്ഞു കാണുന്നതിനാൽ അപകടമൊഴിഞ്ഞുവെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അവിടെയാണ് ഏറ്റവും വലിയ തെറ്റു സംഭവിക്കുന്നത്. കാരണം തെളിഞ്ഞ നീലാകാശം കണ്ട് ഒട്ടും നിശ്ചിന്തരാകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഏതാനും മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നേരിയ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ എത്തിയേക്കാം. ഈ പ്രാഥമിക സൂചനകൾ വലിയ മാറ്റങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാലാവസ്ഥയെക്കുറിച്ചുള്ള ഏറ്റവും വേഗതയും വിശ്വസനീയവുമായ വിവരങ്ങൾ ആദ്യം ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി വരാനിരിക്കുന്ന വിവരങ്ങളിൽ കടൽ, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ ഭീഷണി, മത്സ്യബന്ധ തൊഴിലാളികൾക്കുള്ള വലിയ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള വാർത്തകളുണ്ട്. ഇത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ആശങ്ക പല മടങ്ങ് വർദ്ധിപ്പിച്ചു. യഥാർത്ഥ അപകടം പലപ്പോഴും ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ. ഇവിടെ നിന്ന് കാലാവസ്ഥയുടെ ചിത്രം കൂടുതൽ ഗൗരവമായി മാറുകയാണ്. കാരണം ഇപ്പോൾ അപകടം മഴയിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് കടൽ, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാഹചര്യങ്ങളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴ തുടരുമെന്നും അതോടൊപ്പം ശക്തമായ കാറ്റ് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ കാലാവസ്ഥ ഏറ്റവും രൂക്ഷമായേക്കാവുന്ന ജില്ലകളെക്കുറിച്ച് ആദ്യം പറയാം.
പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ പ്രദേശങ്ങളിൽ 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയേക്കാമെന്നും ഇടിമിന്നലോടുകൂടിയ മഴ പെട്ടെന്ന് ശക്തമാകാമെന്നുമാണ് ഇതിനർത്ഥം. എന്നാൽ ഇതിനുശേഷം സാഹചര്യങ്ങൾ കൂടുതൽ ഗൗരവമായേക്കാം. കാരണം ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നു. അതേസമയം കണ്ണൂരിലും കാസർഗോഡും ഏറ്റവും കൂടുതൽ നിരീക്ഷണം നടത്തുന്നുണ്ട്. കാരണം ഇവിടെ അതിശക്തമായ മഴയുടെ ഭീഷണി നിലനിൽക്കുന്നു. സങ്കൽപ്പിക്കുക, തുടർച്ചയായി മണിക്കൂറുകളോളം മേഘങ്ങൾ ഒരേ പ്രദേശത്ത് പെയ്യുമ്പോൾ റോഡുകൾ നദികളെപ്പോലെ കാണപ്പെടാൻ തുടങ്ങുന്നു. മലയോര പാതകൾ തകരാൻ തുടങ്ങുന്നു. സാധാരണ ജനജീവിതം പൂർണ്ണമായും ബാധിക്കപ്പെട്ടേക്കാം. ഇതുകൊണ്ടാണ് ഭരണകൂടം ആളുകളെ മുൻകൂട്ടി ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടത്. ഇനി പലപ്പോഴും മഴയേക്കാളും അപകടകരമെന്ന് തെളിയുന്ന ആ ഭീഷണിയെക്കുറിച്ച്. മിന്നലേൽക്കുന്ന സംഭവങ്ങൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ മാരകമായേക്കാമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ആകാശത്ത് കനത്ത മേഘങ്ങൾ കൂടുന്നത് കണ്ടാൽ തുറസായ സ്ഥലങ്ങളിലും മേൽക്കൂരകളിലും മൈതാനങ്ങളിലും നിൽക്കുന്നത് അപകടകരമായേക്കാം. കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കുന്നത് തടയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മിന്നൽ തിളങ്ങുന്നതിന്റെ ആദ്യ സൂചന ലഭിച്ചാലുടനെ ഏതെങ്കിലും ശക്തമായ കെട്ടിടത്തിനുള്ളിലേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ്. ലോഹവസ്തുക്കളിൽ നിന്ന് അകലം പാലിക്കുക. ജനലുകളും വാതിലുകളും അടച്ചിടുക. കഴിയുന്നത്ര വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം നിർത്തുക. പലപ്പോഴും ആളുകൾ ഈ മുന്നറിയിപ്പുകളെ സാധാരണമായി കാണുന്നു. എന്നാൽ ഒരു ചെറിയ അശ്രദ്ധ ജീവനു ഭീഷണിയായേക്കാം. അതുമാത്രമല്ല, മണ്ണിടിച്ചിലിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ രാസിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ തുടർച്ചയായി മഴ പെയ്യുമ്പോൾ മണ്ണ് ദുർബലമാകാൻ തുടങ്ങുകയും പെട്ടെന്ന് മണ്ണിടിയുന്ന സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തേക്കാം. നദീതീരങ്ങളിലും അണക്കെട്ടിനുകൾക്കും ചുറ്റുമുള്ളവർക്കും അലേർട്ട് മോഡിലിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ജലനിരപ്പ് ഉയരുമ്പോൾ സാഹചര്യങ്ങൾ മിനിറ്റുകളിൽ മാറിയേക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് മുന്നറിയിപ്പുകൾ ഏത് സമയത്തും മാറാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുടർച്ചയായി അപ്ഡേറ്റുകൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി കടലിലേക്ക് കടക്കാം. അവിടെ സാഹചര്യങ്ങൾ കൂടുതൽ വെല്ലുവിളി ചേർന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളം, കർണാടകം, ലക്ഷദ്വീപ്, കേരള തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. കാരണം കടലിനു മുകളിൽ അതീവ മോശം കാലാവസ്ഥയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റ് വീശിയേക്കാം. ചിലപ്പോൾ ഇവയുടെ കാറ്റടികൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ പോയേക്കാം. ഇതുമാത്രമല്ല, സൊമാലി തീരം, ഒമാൻ തീരം, തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ, നടക്കുപടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ അപകടകരമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും ഇവയുടെ കാറ്റടികൾ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ പോകാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ചെറിയ ബോട്ടുകൾ കടലിൽ പോകുന്നത് അതീവ അപകടകരമായി കണക്കാക്കപ്പെടുന്നു. കൊങ്കൺ തീരം, ഗോവ തീരം, തെക്കൻ തമിഴ്നാട് തീരം, മന്നാർ ഉൾക്കടൽ, കന്യാകുമാരി പ്രദേശം, തെക്കു ശ്രീലങ്കൻ തീരം, ബംഗാൾ ഉൾക്കടലിന്റെ പല ഭാഗങ്ങളിലും കാലാവസ്ഥ അതീവ മോശമായിരിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം തുടർച്ചയായ ശക്തമായ കാറ്റും കടൽക്ഷോഭവും കാണാൻ സാധിക്കും. അതായത് ഇത് കേരളത്തിലെ മഴയല്ല, മറിച്ച് മുഴുവൻ സമുദ്രമേഖലയും വലിയൊരു കാലാവസ്ഥാ മാറ്റത്തിലൂടെ കടന്നുപോകുകയാണ്. ഇതിന്റെ ആഘാതം അടുത്ത കുറച്ചു ദിവസത്തേക്ക് അനുഭവപ്പെട്ടേക്കാം.